നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റ് ബൈ NCDC. പിന്തുണയുടെ പിന്നാമ്പുറം. മുല്ലപ്പെരിയാറിൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത. അണക്കെട്ടിന്റെ ജലനിരപ്പ് 152 അടിയാക്കണം. ആവശ്യം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. പുതിയ ഡാം പണിയാൻ കേരളത്തെ അനുവദിക്കരുതെന്നും ജയലളിത. അണക്കെട്ടിലെ അറ്റകുറ്റപ്പണി പൂർത്തിയായതോടെ ഡാം കൂടുതൽ ബലപ്പെട്ടു. ജലനിരപ്പ് ഉയരുന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിശദീകരണം. ചർച്ചയിൽ GST ബില്ലിൽ തമിഴ്നാടിന്റെ പിന്തുണ മോദി തേടി. മല്യയ്ക്ക് വലവിരിച്ച്. സാമ്പത്തിക തട്ടിപ്പിൽ രാജ്യം വിട്ട വിജയ് മല്യയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. മുംബൈ പ്രത്യേക കോടതി ഉത്തരവ് IDBI ബാങ്കിൽ നിന്നെടുത്ത് 900 കോടി തിരിച്ചടയ്ക്കാത്ത കേസിൽ. മദ്യരാജാവിന്റെ ബാക്കിയുള്ള സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മല്യക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന്റെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്റർപോളിന് കൈമാറി. വിജയ് മല്യയുടെ 1411 കോടി രൂപയുടെ സ്വത്ത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച കണ്ടുകെട്ടിയിരുന്നു. പ്രതീക്ഷയോടെ കേന്ദ്രം. വിവാദങ്ങൾക്കിടെ ഉൽപ്പന്ന സേവന നികുതി അടുത്ത വർഷം ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാൻ പദ്ധതി തയ്യാറാക്കി മോദി സർക്കാർ. GST ബില്ലിൽ മിക്ക സംസ്ഥാനങ്ങൾക്കും അനുകൂല നിലപാടെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. പ്രതികരണം കൊൽക്കത്തയിൽ ചേർന്ന സംസ്ഥാന ധനകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ. നികുതി നടപ്പാക്കുന്നതിലെ അധികാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കിടുന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തും. ലോക്സഭ പാസാക്കിയ ബിൽ രാജ്യസഭയിൽ വർഷകാല സമ്മേളനത്തിൽ പാസാക്കാനാകുമെന്നും അരുൺ ജെയ്റ്റ്ലി. യോഗത്തിൽ 22 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുത്തു. BJPയിൽ ശ്രമം. കോൺഗ്രസ് ഒഴികെയുള്ള കക്ഷികളുടെ പിന്തുണയോടെ ബില്ല് പാസാക്കാൻ. ഉൽപ്പന്ന സേവന നികുതി ബില്ലിൽ പിന്തുണ അറിയിച്ച് പശ്ചിമ ബംഗാളും തമിഴ്നാടും. GST ബില്ലിലെ കരട് ഭേദഗതി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി. കൈകഴുകി കേരള കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ പാപഭാരം കോൺഗ്രസിന് മേൽ ചാരി കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി. ബാർകോഴ ആരോപണത്തിൽ KA മാണിയെ ബലിയാടാക്കി. പാർട്ടിയെ ഇല്ലാതാക്കാൻ ബോധപൂർവം ശ്രമം നടന്നു. അരുവിക്കര തിരഞ്ഞെടുപ്പിലെ പ്രവർത്തനം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന് യോഗത്തിൽ വിലയിരുത്തൽ. RSP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കുണ്ടായത് കനത്ത തിരിച്ചടി. അതേസമയം തിരുവല്ല, പൂഞ്ഞാർ, കോതമംഗലം, കുട്ടനാട് മണ്ഡലങ്ങളിലെ തോൽവി അപ്രതീക്ഷിതമെന്നും വിശദീകരണം. ദുരൂഹതാകലാതെ. കലാഭവൻ മണിയുടെ മരണത്തിൽ വീണ്ടും ദുരൂഹത വർദ്ധിപ്പിച്ച് പുതിയ മെഡിക്കൽ റിപ്പോർട്ട്. മരണകാരണമാകും വിധം 45 മില്ലിഗ്രാം മെഥനോളിന്റെ അംശം ശരീരത്തിൽ നിന്ന് കണ്ടെത്തി. ഇതിന്റെ സാന്നിധ്യം ബിയർ കഴിച്ചതിനേക്കാൾ കൂടിയ അളവിലെന്നും കേന്ദ്ര ലാബിന്റെ റിപ്പോർട്ട്. പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് നിഗമനം. കേന്ദ്ര ലാബിലെ പരിശോധനയിൽ കണ്ടെത്തിയ 45 മില്ലി മെഥനോൾ കാക്കനാട്ടെ ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തിയതിനേക്കാൾ ഇരട്ടിയിലധികം. കാക്കനാട്ടെ ലാബിൽ നടത്തിയ പരിശോധനയിൽ മണിയുടെ ആന്തരികാവയവങ്ങളിൽ കീടനാശിനിയുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2740 രൂപ. പവൻ 21,920 രൂപ. വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.